മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് ഊർജ്ജ മേഖലയിൽ നിലവിൽ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. 25 ദിവസത്തെ അസംസ്കൃത എണ്ണയും 25 ദിവസത്തെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. 50 ദിവസത്തെ ഇന്ധന സ്റ്റോക്ക് നിലവിലുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ മധ്യപൂർവേഷ്യൻ സംഘർഷം നീണ്ടുപോകുമെന്നാണോ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ? ഉന്മേഷ്, നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സംഘർഷം കൂടുതൽ ദിവസം നീണ്ടുപോകില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും എന്നാൽ ഈ സംഘർഷം ഊർജ്ജ മേഖലയിൽ ഒരു പ്രതിസന്ധിക്ക് കാരണമായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം തുടക്കം മുതൽ തന്നെ അതീവ ഗൗരവത്തിലാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ നീക്കം പ്രധാനമായും 40% ഊർജ്ജ ഇന്ധന നീക്കം നടക്കുന്ന മേഖലയിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നതും സംഘർഷത്തെ തുടർന്ന് നിലവിൽ ചരക്ക് ഗതാഗതം സാധ്യമല്ലാതെ അടഞ്ഞുകിടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന ഈ സംഘർഷം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഉന്നതതലത്തിൽ രാജ്യത്ത് ചർച്ചകൾ നടന്നിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം അനുസരിച്ച് രാജ്യത്ത് നിലവിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി ഇല്ല, അതിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നില്ല. കാരണം 50 ദിവസത്തെ ഇന്ധന സ്റ്റോക്ക് നിലവിൽ രാജ്യത്ത് ഉണ്ട്. 25 ദിവസത്തെ അസംസ്കൃത എണ്ണയും 25 ദിവസത്തെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും രാജ്യത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. LPG, LNG എന്നിവയുടെ എല്ലാ പ്രധാന വിതരണക്കാരുമായും ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ മുൻകരുതൽ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ പ്രധാന സ്രോതസ്സുകളുമായി എല്ലാം തന്നെ ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. OPEC, IAEA എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുകയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി കൂട്ടുന്നതും ഒപ്പം തന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ടാങ്കറുകളിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള നീക്കങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.